ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് MCOM 4th സെമ്മിലെ അഡ്വാൻസ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യാൻ പോകണം. അതിലെ പ്രോബ്ലംസ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. അതിൽ നമ്മൾ 2022 റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കണേ കേട്ടോ. അതിൽ പാർട്ട് എയിൽ മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാർട്ട് ബി തൊട്ടിട്ടാണ് പ്രോബ്ലംസ് ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ പാർട്ട് ബി ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതാണ്: എ കമ്പനി ഹാസ് ഏണിംഗ് per share of ₹10, the equities capitalization rate being 12%, show the impact of the market price of share under various dividend policies, assuming the rate of return generated by the firm is 15%. Let the dividend policy be 0% payout and the second one 100% payout. Walters model. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിവിഡൻഡ് പോളിസിയിലെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഏത് മോഡലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ? വാൾട്ടേഴ്സ് മോഡലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 2 തരം ഡിവിഡൻഡ് പോളിസി നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 0% പേ ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, അതേപോലെ തന്നെ 100% പേ ഔട്ടിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് എന്ന് വാൾട്ടേഴ്സ് മോഡൽ പ്രകാരം കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ വാൾട്ടേഴ്സ് മോഡലിൽ മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമുക്കറിയണം. നമ്മുടെ ഡിവിഡൻഡ് പോളിസി എന്നുള്ള ചാപ്റ്ററിൽ 3 ഡിവിഡൻഡ് പോളിസികളാണ്. തിയറീസ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വാൾട്ടേഴ്സ് മോഡൽ പഠിക്കാനുണ്ട്, പിന്നെ ഗോർഡൻസ് മോഡൽ പഠിക്കാനുണ്ട്, MM മോഡൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് വാൾട്ടേഴ്സ് മോഡലാണ്. അപ്പോൾ വാൾട്ടേഴ്സ് മോഡലിൽ ഓരോ മോഡലിലും ക്വസ്റ്റ്യൻസ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വാൾട്ടേഴ്സ് മോഡലിലെ ഇക്വേഷൻ നമുക്ക് ആദ്യം അറിയണം. എന്തൊക്കെയാണ് അതിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ കമ്പനിയിൽ EPS തന്നിട്ടുണ്ട്. കണക്കിൽ EPS എന്ന് പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയർ തന്നിട്ടുണ്ട്. 10 രൂപയാണ് ഏണിങ്സ് പെർ ഷെയർ തന്നിരിക്കുന്നത്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അഥവാ KE തന്നിട്ടുണ്ട്. അത് 12% ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. ജനറേറ്റഡ് ബൈ ദ ഫേം അഥവാ 6 തന്നിട്ടുണ്ട്. 6 എത്ര തന്നിരിക്കുന്നത്? 15% 6 തന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് 2 പോളിസികളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0% എന്നുള്ള ആദ്യത്തെ ഓപ്ഷനും 0% എന്ന് പറഞ്ഞ ആദ്യത്തെ ഓപ്ഷനും, രണ്ടാമത്തത് പേ ഔട്ട് 100% എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനുമാണ്. ഓക്കെ, പേ ഔട്ട് 100% എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ്. ഈ 2 ഓപ്ഷനിലും മാർക്കറ്റ് പ്രൈസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എന്താണെന്ന്. ഇത്രയും ഡാറ്റ തന്നിട്ട് ഈ 2 ഓപ്ഷനിലും നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും ഓരോ ഓപ്ഷനിലെയും മാർക്കറ്റ് പ്രൈസ് ആണ്. ഏത് മെത്തേഡ് വെച്ചിട്ട്? വാൾട്ടേഴ്സ് മോഡൽ വെച്ചിട്ട്. അപ്പോൾ വാൾട്ടേഴ്സ് മോഡലിൽ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം നോട്ട് ചെയ്യണം. മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D + R divided by KE into E minus D divided by KE. ഇതാണ് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡാറ്റയും നമുക്ക് നോക്കണം. D എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയണം. ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ എപ്പോഴും D = EPS into പേ ഔട്ട് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ EPS എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 EPS. അപ്പോൾ 10 ഇൻറ്റു പേ ഔട്ട് റേഷ്യോ ഫസ്റ്റ് കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ 0% ആണ്. അപ്പോൾ 10ന്റെ 0% എന്ന് പറഞ്ഞാൽ 0 ആണ് ഡിവിഡൻഡ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഡിവിഡൻഡ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി, 0 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഡാറ്റകൾ ഉപയോഗിച്ച് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ D = 0 ആണ് നമുക്കറിയാം. പ്ലസ് R എത്രയാണ്? ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് തന്നിട്ടുണ്ട് 15%. അപ്പോൾ 0.15, 15%-നെ ശതമാനം കളഞ്ഞതാണ് 0.15 ആക്കി. ഇനി ഡിവൈഡഡ് ബൈ KE എന്ന് പറയുന്നത് എത്രയാണ്? 12. അപ്പോൾ 0.12, 12%-നെ 0.12 ആക്കി. ഇൻറ്റു E എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപ മൈനസ് D എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഓപ്ഷനിൽ 0 ആണ്.
ഓക്കെ. ഓൾ ഡിവൈഡഡ് ബൈ കെ ഇ എന്ന് പറയുന്നത് 0.12 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. 0 പ്ലസ് ഇനി നമുക്ക് എത്രയാണ് 0.15 ഡിവൈഡഡ് ബൈ 0.12. നമുക്കൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 0.15 ഡിവൈഡഡ് ബൈ 0.12. ഓക്കെ. അപ്പോൾ 1.25 എന്താണ് ഇൻറ്റു 10 മൈനസ് 0 10. Okay, all divided by 0.12, that is 0 plus 1.25 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 12.5 divided by 0.12 equal to നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. 0 plus 12.5 എന്ന് പറഞ്ഞാൽ 12.5 തന്നെ ഡിവൈഡഡ് ബൈ 0.12. ഓക്കെ. അപ്പോൾ എത്ര വരെ ആൻസർ 104.16 ആണ് ആൻസറായിട്ട് വരിക. 67 ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. 104.167. ഓക്കെ. ഇനി നമുക്കതിൽ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയാലോ. രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 100% പേ ഔട്ടാണ് അല്ലെ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്. പേ ഔട്ട് 100% ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എത്രയാണ്. ഡി എന്ന് പറയുന്നത് EPS ഇൻറ്റു പേ ഔട്ടാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ EPS 10 ആണെന്ന് നമുക്കറിയാം. 10ൻ്റെ 100% എന്ന് പറഞ്ഞാൽ എത്ര വന്നു 10 രൂപ തന്നെയാണ് ഡി വരുന്നത്. ക്ലിയർ ആയോ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ സെയിം ഡാറ്റയാണ്. അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്നും കൂടി എഴുതാം. മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ബൈ കെ ഇ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ. അപ്പോൾ ഇവിടെ എത്രയാണ് ഡി 10 ആണ്. അപ്പോൾ 10 പ്ലസ് 6 0.15 ഡിവൈഡഡ് ബൈ കെ ഇ 0.12. ഇതൊക്കെ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്കുള്ളതാണ്. ഇനി ഡിവൈഡഡ് എന്താണ് ഇൻറ്റു ഇ എന്ന് പറയുന്നത് 10 ആണ്. മൈനസ് ഡി എന്ന് പറയുന്നത് പുതിയ ഡി 10 ആണ്. എന്താണ് ഡിവൈഡഡ് ബൈ കെ ഇ 0.12. അപ്പോൾ ഹിയർ 10 പ്ലസ് 0.15 ഡിവൈഡഡ് ബൈ 0.12 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എത്രയാ 1.25 എന്താണ് ഇൻറ്റു 10 മൈനസ് 10 0 ആണ്. എന്താണ് ഡിവൈഡഡ് ബൈ 0.12. അതായത് 10 പ്ലസ് 1.25 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ 0.12 ഈക്വൽ ടു 10 ബൈ 0.12. ഓക്കെ. എത്രയാണ് നമുക്ക് നോക്കിയാലോ. 10 divided by 0.12. ഓക്കെ. 83.33. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഇതാണ് വരിക. ഓക്കെ.